നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപ്രതീക്ഷിത മഴ തിരിച്ചടിയായി. വെള്ളക്കെട്ടിൽ മുങ്ങി കോഴിക്കോട്ടെ നെൽപ്പാടങ്ങൾ. ഏക്കർ കണക്കിന് പ്രദേശത്ത് കൃഷി നശിക്കുമെന്ന ആശങ്ക. ശ്രദ്ധേയമായി കാഞ്ചിയാറിലെ ഔഷധത്തോട്ടം. 200ഓളം അപൂർവ ചെടികളാൽ സമൃദ്ധം. കൗതുകമായി കോതമംഗലത്ത് വിളഞ്ഞ പടവലം. ഏത്തക്കായ വിലയിടിവിൽ വലഞ്ഞ് കർഷകർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏത്തക്കായ വരവ് കൂടി. ഉൽപാദന ചെലവ് കൂടിയതും വളക്ഷാമവും പ്രതിസന്ധി. തിരുവനന്തപുരം മാമത്തെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നില്ല. കെട്ടിടം കയ്യേറി സാമൂഹ്യ വിരുദ്ധർ. വിശദമായി നോക്കാം. കൊല്ലം പത്തനാപുരത്ത് പുസ്തകക്കൂടിന് തുടക്കം കുറിച്ചു. പുസ്തകക്കൂടിൽ നിന്നും ആവശ്യാനുസരണം പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് അതിൽ തന്നെ സുരക്ഷിതമായി തിരികെ വയ്ക്കാനാകും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം KSRTC ബസ് സ്റ്റാൻഡിലാണ് പുസ്തകക്കൂട് ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. തുളസി പുസ്തകക്കൂട് ഉദ്ഘാടനം ചെയ്തു. ഏറെ മാനസിക പിരിമുറുക്കമുള്ള KSRTC തന്നെ സ്ഥാപിക്കാനുള്ള കാരണം ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും സമയത്തിരി ലക്ഷ ടൈം കിട്ടിയാൽ ആ സമയത്ത് ഇതെടുത്ത് നമുക്കൊന്ന് വായിക്കാനും എല്ലാം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ആസാദിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അദ്ദേഹത്തിൻ്റെ അത് വലിയ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ എങ്ങനെ നമുക്ക് ഉയർന്ന് മേളിലേക്ക് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം. അതുൾപ്പെടെ നമ്മുടെ നാട്ടിൻപുറത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഉൾപ്പെടെ വായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെട്ടത്. NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പുസ്തകക്കൂട് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അത് കേരളമൊട്ടാകെ NSSന്റെ മുഴുവൻ യൂണിറ്റുകളും ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഈ പുസ്തകങ്ങൾ വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകങ്ങൾ എല്ലാ ദിവസവും ഇത് കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പുതിയ പുതിയ പുസ്തകങ്ങൾ പുസ്തകക്കൂടിലേക്ക് എത്താനും നിങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ കുട്ടികൾക്കും വരുന്നവർക്കും ഈ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനും തിരിച്ചു വെക്കാനുമുള്ള ഒരു അവസരം കൂടി ഇതിനകത്ത് ഉണ്ടാകണം. അത് നമ്മൾ വെച്ചിട്ട് പോവുക മാത്രമല്ല, കൃത്യമായി നടത്തണം. പുസ്തകക്കൂടിൽ നിന്ന് ആവശ്യാനുസരണം പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് അതിൽ തന്നെ സുരക്ഷിതമായി തിരികെ വയ്ക്കാനാകും. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു P. എബ്രഹാം അധ്യക്ഷനായി. ന്യൂസ് 18 പത്തനാപുരം. മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ ഇടുക്കി ശാന്തിപാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി. പുതിയ പാലം എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചപ്പോൾ പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് റിട്ട് ഹർജി അയച്ചതോടെയാണ് പാലം യാഥാർത്ഥ്യമായത്. ടാറിംഗ് കൂടി പൂർത്തീകരിച്ചാൽ പാലം തുറന്നുകൊടുക്കാൻ കഴിയും. അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ശാന്തിപാലത്ത് 1984 നിർമ്മിച്ച പാലമാണ് പ്രളയത്തിൽ തകർന്നത്. പാലം തകർന്നതോടെ 3 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾ ഏറെ ബുദ്ധിമുട്ടി. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് മുഴുവൻ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സ്ഥിതിയായിരുന്നു. ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ ഈ കാര്യത്തെ കണ്ടത്. ഒരു പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി വീണ്ടും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. അതിനകത്ത് പ്ലാമല സ്കൂളിലെ കുട്ടികൾ ഇടപെട്ടിരുന്നു. പിന്നെ എന്തായാലും ഗവൺമെൻറ് നാട്ടുകാരുടെ പ്രതീക്ഷയിലും അധികം ഫണ്ട് ഇക്കാര്യത്തിൽ വകയിരുത്തുകയും അടിയന്തരമായി പ്രാധാന്യത്തോടു കൂടി തന്നെ പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. പാലം നിർമ്മിക്കേണ്ട അടിയന്തര സാഹചര്യം MP, MLA ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ ധരിപ്പിച്ചെങ്കിലും നിർമ്മാണത്തിന് നടപടിയായില്ല. പിന്നീട് മ്ലാമല ഫാത്തിമ മാത സ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് റിട്ട് ഹർജി സമർപ്പിച്ചതോടെ സംസ്ഥാന സർക്കാരിനോട് പാലം പണിയാൻ കോടതി നിർദ്ദേശിച്ചു. ഇതോടെ മ്ലാമല, ശാന്തിപാലം, പൂണ്ടിക്കുളം, ഹെലിബറിയ, പച്ചക്കാട്, മരുതുംപേട്ട, കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും. പാലം സജ്ജമായതോടെ നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. പാലത്തിന് മുകളിലൂടെയുള്ള ടാറിംഗ് പൂർത്തിയാകുന്നതോടെ ശാന്തിപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാകും. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിനെ മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്ത് സ്ഥാപിച്ച ഹരിത ചെക്ക് പോയിന്റുകൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം. ദീർഘവീക്ഷണമില്ലാതെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ആക്ഷേപം.
മൂന്നാറിന്റെ പ്രവേശന കവാടമായ ഹെഡ്വർക്സ് ജലാശയത്തിന് സമീപത്താണ് പഞ്ചായത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഹരിത ചെക്ക് പോയിന്റ്. വിനോദസഞ്ചാരികൾ വാഹനത്തിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ശേഖരിച്ച് സൂക്ഷിക്കാൻ ചെക്ക് പോയിന്റിൽ സൗകര്യമുണ്ട്. ഇതിനായി പഞ്ചായത്ത് 2 ശുചീകരണ തൊഴിലാളികളെ നിയോഗിച്ചു. സ്റ്റോപ്പ് ബോർഡുമായി ജീവനക്കാർ വാഹനങ്ങളെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല വാഹനങ്ങളും നിർത്താതെ കടന്നു പോകുകയാണ്. ദീർഘവീക്ഷണമില്ലാതെയാണ് ഹരിത ചെക്ക് പോയിന്റ് നടപ്പാക്കിയതെന്നാണ് ആക്ഷേപം. മൂന്നാർ ഉദുമൽപേട്ട്, മൂന്നാർ ബോഡിമെട്ട് എന്നിവിടങ്ങളിലും ഹരിത ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ശ്രമം തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 മൂന്നാർ. എറണാകുളം പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴകൃഷി 100 മേനി വിളഞ്ഞെങ്കിലും ഇപ്പോൾ കർഷകർ നിരാശരാണ്. ഏത്തക്കായ്ക്ക് വില ഇടിഞ്ഞതാണ് കർഷകരെ പ്രയാസത്തിലാക്കുന്നത്. 3 വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധ ഇനം കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. 20 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഇക്കുറി പരീക്ഷിച്ചത് ഏത്തവാഴയാണ്. 5000 ഏത്തവാഴകൾ പരിപാലിച്ച് വിളവെടുപ്പിന് പാകമായി. എന്നാൽ ഏത്തവാഴയ്ക്കുണ്ടായ വിലത്തകർച്ച വാഴ കർഷകരെ വലയ്ക്കുകയാണ്. കിലോയ്ക്ക് 18 രൂപ മുതൽ 24 രൂപ വരെയാണ് കർഷകന് ഇപ്പോൾ കിട്ടുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ള വരവ് കൂടിയതാണ് വിലത്തകർച്ചയ്ക്ക് പ്രധാന കാരണം. നമുക്ക് ഒരു വാഴ 200 രൂപയ്ക്ക് മുകളിൽ മുടക്കുണ്ട്. അതനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല. വിറ്റ് കഴിക്കാൻ നമുക്ക് കിട്ടുന്നില്ല. നിസാര പൈസയാക്കിയാണ് നമ്മൾ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില 30 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മുതലാവുന്നില്ല. അതിൽ കൂടുതൽ താങ്ങുവില സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഈ കർഷകർക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കാരണം ഉൽപാദന ചിലവ് വർദ്ധിച്ചത് കർഷകർക്ക് ഇരട്ടപ്രഹരമായി. സർക്കാർ 30 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന്, എപ്പോൾ, എത്ര കിട്ടുമെന്ന് കർഷകർക്കുറപ്പില്ല. പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭ കൂട്ടായ്മയിലെ കർഷകർ പറയുന്നു. താങ്ങുവില 30 രൂപ എന്നുള്ളത് കുറച്ചുകൂടി ഒരു 35 രൂപയെങ്കിലും ആക്കുകയാണെങ്കിൽ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. അത് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു. പ്രകൃതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ച വാഴകൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനുള്ളതായ ദുരിതാശ്വാസം നൽകുന്നതിനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പും ത്രിതല പഞ്ചായത്തും കാർഷിക മേഖലയ്ക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കൂട്ടായ്മ കർഷക കൂട്ടായ്മയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ നടപടികൾ കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പോത്താനിക്കാട്. തിരുവനന്തപുരം മാമം ദേശീയപാതയോരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പണി പൂർത്തിയായിട്ടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടവും പരിസരവും സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയെന്നാണ് ആക്ഷേപം. ആറ്റിങ്ങൽ നഗരസഭ ദേശീയപാതയിൽ മാമത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ഉദ്ഘാടനം കാത്തുകിടക്കുന്ന കെട്ടിടത്തിന്റെ മുൻവശത്തെ വാതിൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തിട്ട് മാസങ്ങളായി. കെട്ടിടത്തിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകളും തകർത്ത നിലയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് പെട്രോളിംഗിനെത്തിയ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കുകയും ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുകയാണ്. അവിടെ ടേക്ക് എ ബ്രേക്ക് ഹൗസിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം മാസങ്ങളായി മറ്റ് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എനിക്ക് നേരിട്ട് അനുഭവങ്ങളാണ്. അവിടെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് തമ്പടിച്ചിരിക്കുകയും അവരുടെ ചില വൃത്തികെട്ട നടപടികൾ മറ്റ് മെട്രോ നഗരങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലുള്ള ഇത് ആ പ്രദേശം ആറ്റിങ്ങൽ നഗരസഭയിലെ മാമം എന്ന് പറയുന്നത് നല്ല പ്രദേശമാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർ, നല്ല മര്യാദക്കാരായ ആൾക്കാർ, അവിടെ ഒരു പാരമ്പര്യമുണ്ട്. നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അത് പുറം ലോകം ഒരു വൃത്തികെട്ട രീതിയിലേക്ക് അറിയുന്നൊരു നമുക്ക് വളരെയധികം വേദനാജനകമുണ്ട്. പല സ്ഥലത്തു നിന്നായിട്ട് വന്ന് തമ്പടിച്ചിരിക്കുന്നവർ അവരവിടെ കാണിക്കുന്ന ചില കൊള്ളരുതായ്മകൾ അവരുടെ ഒരു ഹാൾട്ട് പ്ലേസ് ആയിട്ട് ഈ ബിൽഡിംഗ് മാറിയിരിക്കുന്നു. ദേശീയപാതയിൽ കൂടി കടന്നു പോകുന്ന ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനായി 27 ലക്ഷം രൂപ മുടക്കിയാണ് ആറ്റിങ്ങൽ നഗരസഭ കെട്ടിടം നിർമ്മിച്ചത്. ദേശീയപാതയിൽ 3 വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനായിരുന്നു നഗരസഭ പദ്ധതി തയ്യാറാക്കിയത്. മറ്റ് 2 എണ്ണത്തിന്റെ നിർമ്മാണത്തിനായി പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. ഉദ്ഘാടനം കാത്തുകിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വള്ളിപ്പടർപ്പുകൾ കയറി തുടങ്ങി.
വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. അപൂർവങ്ങളായ ഔഷധച്ചെടികളാൽ സമ്പന്നമായ ഒരു കൃഷിയിടമുണ്ട് ഇടുക്കി കാഞ്ചിയാറിൽ. വൈദ്യന്മാരായ സേവ്യറും തുളസിയുമാണ് ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നത്. അപൂർവങ്ങളായ 200ഓളം ഔഷധച്ചെടികൾ ഇവരുടെ കൃഷിയിടത്തിലുണ്ട്. ആയുർവേദ മരുന്നുൽപാദനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചെടികളുടെ കലവറയാണ് കാഞ്ചിയാറിലെ വൈദ്യന്മാരായ സേവ്യറിന്റെയും തുളസിയുടെയും കൃഷിയിടം. വിവിധ രോഗങ്ങൾക്ക് മരുന്നുകൂട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയ്യപ്പന, ധന്തപാല, ചതുർമുല്ല, മുക്കുറ്റി, നിലംപരണ്ട, ഓരില, കിഴകനെല്ലി, സീതാർമുടി, പൂവാങ്കുറുന്നൽ ഇങ്ങനെ നീളുന്നു ഇവിടുത്തെ വ്യത്യസ്ത ചെടികൾ. അയ്യപ്പന സാധനം സോറിയാസിന് പോലുള്ള രോഗങ്ങൾക്ക്, മാരക രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണ്. അത് എണ്ണ കാച്ചി കഴിയുമ്പോഴാണ് ഏത് മാരകരോഗം അതിന് വിട്ടുപോകും. രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഓരിലാണ്. 9 ബ്ലോക്ക് 10 ബ്ലോക്ക് എന്ന് വന്ന് പറയുന്നവർക്ക് കഷായം വെച്ച് കൊടുത്ത ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. കൽത്താമര, നമ്മുടെ മൂലക്കുരു 3 ദിവസത്തിനുള്ളിൽ മൂലക്കുരിൻ്റെ സാധാരണ മൂലക്കുരൊക്കെ വിട്ടുപോകുന്നതാണ്. 30 സെന്റ് ഭൂമിയിലാണ് ഇവരുടെ ഔഷധ സസ്യ ശേഖരം. വിഷചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകളും ഊത്, വെള്ളക്കൊടുവേലി തുടങ്ങി അപൂർവ വൃക്ഷങ്ങളും ഉണ്ട്. അപൂർവ സസ്യങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവരെ തേടി എത്താറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ നെൽ കർഷകർ ദുരിതത്തിലായി. പ്രധാന പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ നിലവിലുള്ള കൃഷിയും കൃഷി ചെയ്യാൻ ഒരുക്കിയ പാടങ്ങളും വെള്ളത്തിലായി. കൃഷി തുടങ്ങുകയും ഞാറ് നടാനായി പാടം ഒരുക്കുകയും ചെയ്തവർ അപ്രതീക്ഷിത മഴയിൽ കുഴങ്ങിയിരിക്കുകയാണ്. ചെരണ്ടത്തൂർ ചിറയിലെ വെള്ളം വറ്റിച്ച പാടങ്ങളിൽ വെള്ളം കയറി. നടുത്തോടിലും വെള്ളം പൊങ്ങി. ഉപ്പുവെള്ളം കയറുന്ന നിലയിലുള്ളതിനാൽ തോട് ബണ്ടുകെട്ടി അടച്ചതാണ്. ഇതുമൂലം മഴവെള്ളം ഒന്നും ചെയ്യാനാവില്ല. 100 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ ഞാറ് നട്ടത്. വെള്ളം കയറിയതോടെ ഇവ നശിക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം വീണ്ടും അന്തരീക്ഷം ആകെ മൂടിക്കിടക്കുകയാണ്. അന്തരീക്ഷം ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതുവരെ ഈ മാസത്തിലൊന്നും മഴ പെയ്തത് എനിക്ക് ഓർമ്മയില്ല. 10-25 വയസ്സുണ്ടെങ്കിൽ ആയിട്ടും അങ്ങനെ സംഭവം ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെല്ലാ കൃഷിയും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഞങ്ങൾക്കാണെങ്കിൽ വലിയ പൈസ ബാങ്കിൽ തന്നെ ലോൺ എടുത്തിട്ടൊക്കെയാണ് കൃഷി ഉണ്ടാക്കിയത്. അതെല്ലാം ഇപ്പം ഞാൻ നശിച്ച് പോകുന്ന അവസ്ഥയിലാണുള്ളത്. മുൻവർഷങ്ങളിൽ കൃഷിയിൽ നഷ്ടമുണ്ടായവർ ഇക്കുറി പ്രതീക്ഷയോടെയാണ് കൃഷി ഇറക്കിയത്. വീണ്ടും മഴ പെയ്യുകയോ കയറിയ വെള്ളം ഒഴുക്കിവിടാൻ പറ്റാതാകുകയോ ചെയ്താൽ ഇത്തവണയും വൻ നാശമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 വടകര. കാട്ടുപന്നികൾ നശിപ്പിച്ച നെൽപ്പാടം വെള്ളക്കെട്ടിൽ കൂടി മുങ്ങിയതോടെ കണ്ണീർ കയത്തിലായിരിക്കുകയാണ് കോഴിക്കോട് കട്ടിപ്പാറയിലെ നെൽകർഷകർ. കാലം തെറ്റിയ മഴ കാരണം പ്ലാപ്പറ്റ പാടശേഖരത്തെ വെള്ളം കെട്ടിക്കിടന്ന് ഏക്കർ കണക്കിന് നെല്ലാണ് നശിച്ചത്. വെള്ളം തിരിച്ചുവിടാൻ ബണ്ട് നിർമ്മിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കുന്നുകളാൽ ചുറ്റപ്പെട്ട കട്ടിപ്പാറ പഞ്ചായത്തിലെ പ്ലാപ്പറ്റയിൽ ജനകീയ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് വയലുകൾ അവശേഷിക്കുന്നത്. 30 ഏക്കറോളം വരുന്ന പ്ലാപ്പറ്റ പാടശേഖരം യുവജന കൂട്ടായ്മകളും വ്യക്തികളും പാട്ടത്തിനെടുത്താണ് നെല്ലുൾപ്പെടെയുള്ള കൃഷി ഇറക്കുന്നത്. എന്നാൽ രാപ്പകൽ ഭേദമന്യേ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുകയാണ്. ഇവയോട് ചെറുത്തുനിന്ന് കൃഷി സംരക്ഷിക്കുമ്പോഴാണ് കാലം തെറ്റിയ മഴ വില്ലനായത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം നെൽപ്പാടത്തേക്കൊഴുകി. പന്നികൾ മറിച്ചിട്ട നെൽക്കതിരുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ വിളവെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. അപ്പോൾ ഈ കാലാവസ്ഥയിലെ വ്യതിയാനം കൊണ്ട് തന്നെ ഇറക്കിയത് പോലും കിട്ടില്ല. ആ സമയത്താണ് ഈ പന്നിശല്യം. അതിരൂക്ഷമായ പന്നിശല്യം കൊണ്ട് നമ്മൾ ഒരാഴ്ചയോ മാസങ്ങളോ നിന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം ഉറക്കം കഴിഞ്ഞില്ലെങ്കിൽ അന്ന് പന്നി കുത്തി പോകുന്ന അവസ്ഥയാണ്. രാത്രി സംഘം ചേർന്ന് കാവലിരുന്നാണ് കൃഷി സംരക്ഷിക്കുന്നത്. പകൽ മറ്റു ജോലിക്ക് പോകാനും കഴിയില്ല. വായ്പയെടുത്താണ് പലരും കൃഷി ചെയ്യുന്നത്. എന്നാൽ വിളവെടുക്കാൻ കഴിയാത്തതിനാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ പ്രയാസപ്പെടുകയാണ്. കൃഷി വളരെ എന്താ പറയുക, കാട്ടുമൃഗ ശല്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ വെള്ളത്തിനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മഴയുടെ കാലാവസ്ഥ കാരണം അപ്പോൾ അതും ബുദ്ധിമുട്ടിലായി. പന്നിശല്യമാണ് ഇപ്പോൾ ഇവിടെ സഹിക്കാൻ പറ്റാത്തത്. കാരണം ഞങ്ങളിപ്പോൾ 3 പേര് അപ്പുറം ഇപ്പുറമൊക്കെ നിന്നിട്ട് അപ്പോൾ രാത്രി ഉറക്കം വെച്ചിട്ടാണ് ഇത്രയും കണ്ടങ്ങൾ ഇപ്പം നിലനിർത്തുന്നത്.
വേനൽക്കാലത്ത് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ 20 ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളം ഒഴുക്കിവിടാനുള്ള കനാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. കനാൽ ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം കൃഷിയിടത്തിലേക്ക് പരന്നൊഴുകുകയാണ്. മലമുകളിൽ നിന്നുള്ള മണൽ ഉൾപ്പെടെ ഒഴുകിയെത്തി വയൽ കൃഷിയോഗ്യമല്ലാതാവുന്നതായും നാട്ടുകാർ പറയുന്നു. കാലക്രമേണ ഇങ്ങനെ പോവുകയാണെങ്കിൽ വയലിൽ തന്നെ ഇവിടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോക്ക്. അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ ഇവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥയും. വലിയൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ കുടിവെള്ളം വേണ്ടത്ര കർഷകരിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 2 കൊല്ലത്തോളമായി ഈ പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്തിപ്പോൾ ഏതാണ്ട് 1 കൊല്ലത്തോളമായി. ഇതുവരെ അതിൻ്റെ ഡ്രൈനേജോ കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല. വേനലായ ഒരു തുള്ളി വെള്ളം പോലും കൃഷിക്ക് ഇവിടെ കിട്ടത്തില്ല. മഴക്കാലമായാൽ വെള്ളം കൂടുതലും. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ. സമീപ പ്രദേശങ്ങളിലെ വയലുകളെല്ലാം മണ്ണിട്ട് നികത്തുമ്പോൾ പ്ലാപ്പറ്റ പാടശേഖരം സംരക്ഷിക്കാൻ നാട്ടുകാർ കാവലിരിക്കുകയാണ്. പ്രദേശത്തെ കൃഷി നിലനിർത്താൻ അധികൃതരുടെ സഹായം വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. പുനലൂർ ടൗണിലെ പൂന്തോട്ട നിർമ്മാണം ഇഴയുന്നു. കല്ലടയാറിന്റെ തീരത്തുള്ള പൂന്തോട്ട നിർമ്മാണം തുടങ്ങി 5 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല. പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് കല്ലടയാറിന്റെ തീരത്ത് 5 വർഷം മുൻപ് ആരംഭിച്ച പൂന്തോട്ട നിർമ്മാണമാണ് ഇനിയും പൂർത്തിയാകാത്തത്. കൈവരികളും ഇരിപ്പിടവും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം ഒരുക്കി. പക്ഷേ പദ്ധതി പൂർത്തിയാകാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായിരിക്കുകയാണ് പ്രദേശം. പക്ഷേ ഇതിൻ്റെ ഈ ശോചനാവസ്ഥ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. കാരണം നല്ല വിഷപ്പാമ്പുകളും മറ്റ് രീതിയിലുള്ള വിഷങ്ങളുള്ള പല രീതിയിലുള്ള ഇഴജന്തുക്കളും ഇവിടെ വസിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊതുജനങ്ങളായ യാത്രക്കാർക്ക് ഇവിടെ വന്ന് മൂത്രപ്പുരയിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വരുവാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണിത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിയമപരമായി അല്ലെങ്കിൽ കിട്ടേണ്ട ഫണ്ട് വിനിയോഗിച്ച് ഈ സ്ഥലങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുക. പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം വൃത്തിഹീനമാണ്. ആളുകൾ പലപ്പോഴും ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട്. പ്രദേശം കേന്ദ്രീകരിച്ച് നിരീക്ഷണ ക്യാമറകൾ വേണമെന്നും ആവശ്യമുണ്ട്. ഫണ്ട് കൃത്യമായി ചെലവഴിച്ച് പാർക്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇടുക്കിയിൽ സ്ഥാപിച്ച ആദ്യത്തെ അപ്പ് സൈക്ലിംഗ് പാർക്ക് പരിചരണമില്ലാതെ കാടുകയറി നശിക്കുന്നു. പഴയ മൂന്നാറിലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ കവാടത്തിന് സമീപത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പഞ്ചായത്ത് സ്ഥാപിച്ച പാർക്കാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിൽ എത്തിയത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് പടയപ്പയോട് സാദൃശ്യമുള്ള ആന, പഴയ ടയറുകളും കരിയോയിൽ ടിന്നുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള തീവണ്ടികൾ, രാജമലയിൽ മാത്രം കാണപ്പെടുന്ന വരയാടിനോട് സാദൃശ്യമുള്ള ആട്, മൂന്നാറിൽ മാത്രം കണ്ടുവരുന്ന കാട്ടുപോത്തു തുടങ്ങിയ നിരവധിയായ നിർമ്മിതികളാണ് പാർക്കിൽ വിനോദസഞ്ചാരികൾക്കായി സജ്ജമാക്കിയത്. ഇടുക്കിയിലെ ആദ്യത്തെ അപ്പ് സൈക്ലിംഗ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ സംസ്ഥാന തലത്തിൽ തന്നെ പുതുമയാർന്ന പാർക്ക് ചർച്ചയാവുകയും ചെയ്തു. ഈ പാർക്ക് ഇപ്പോൾ കാടുകയറി നാശത്തിന്റെ വക്കിലാണ്. പാർക്കിനു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന കമ്പികൾ തുരുമ്പെടുത്ത് അടർന്നു വീണു. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ആനയും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആടും കാട്ടുപോത്തുമെല്ലാം പൊടി പിടിച്ച് നശിക്കുകയാണ്. இது ஒரு அருமையான ப்ராஜெக்ட்டு. இது நல்லா போய்கிட்டு இருந்துச்சு. ரொம்ப டஸ்ட்டு இந்த மாதிரி சைடு உடஞ்சி கிடக்கு. இந்த கொஞ்சம் மெயின்டெனன்ஸ் பண்ணால் கொஞ்சம் நல்லாயிருக்கும். இது ரொம்ப நல்ல ப்ராஜெக்ட். இது பஞ்சாயத்து அருமையாக பண்ணாங்க. ஆனால் இது மெயின்டைன் பண்ணால் அதுக்கான சூப்பராக இருக்கும். நிறையா கெஸ்ட்டு வந்து போகிறாங்க. நம்ம மூணாருக்கு ஒரு பேர் எடுத்துக்கிடுமா, ஐ லைக் மூணார் ஒன்று இருக்குது. அது நல்லா பண்ணால் ரொம்ப சந்தோஷமாக இருக்கும். പാർക്ക് നശിക്കുമ്പോൾ ഇടപെടാൻ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. മൂന്നാർ ചൊക്കലാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്ക് പോലും എസ്റ്റേറ്റിലേക്ക് കടന്നുവരാൻ കഴിയാത്ത അവസ്ഥയാണ്. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്.
ഹെഡ്വർക്സ് ജലാശയത്തിൽ നിന്നും മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ് തകർന്നു കിടക്കുന്നത്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഭാഗങ്ങളിൽ ചെളിവെള്ളം കെട്ടിനിൽക്കുകയാണ്. വലിയ കുഴികളിൽ കയറിയിറങ്ങി വേണം വാഹനങ്ങൾക്ക് പോകാൻ. പകൽ പോലും സർവീസ് നടത്താനാകില്ല. വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ ഉയർന്ന തുക ഈടാക്കുന്നതായും പരാതിയുണ്ട്. ஓட்டோவுக்கு நின்னோம்னா ரொம்ப நேரம் வெயிட் பண்ணோம். ஆனாலும் இந்த ரோடு பிரச்சனைனால நமக்கு யாரும் ஓட்டோ வராது. அதுக்கும் போக நைட்டு ஒரு 6 மணி ஆயிட்டனாலே இங்கேருந்து தேனி போயிடலாம் 100 ரூபாய்க்கு. இதே മൂന്നാറിലിருந்து സൗത്തുക്ക് വരാതാ இருந்தா 150 രൂപ 200 രൂപ കേൾക്കാങ്ക. ചൊക്കനാട് സൗത്ത്, ചൊക്കനാട് നോർത്ത്, പുതുക്കാട് തുടങ്ങിയ ഡിവിഷനുകളിലായി ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റിലിருந்து வந்து எல்லாம் சர்வே பண்ணி அளந்தது. ஆனால் இது வரைக்கும் எந்த இதுவும் கிடையாது. ரெண்டாவது இந்த பாதையில் போகணும் அப்படின்னு சொன்னால் ஒரு கர்ப்பமான பொண்ணு இருக்குன்னு வச்சுக்கோங்க, 8 வருஷம் போகணும்ல ഡെലിവറി ആയിരുന്നു. റോഡ് അவ்வளோ മോശം. തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിലേക്കുള്ള മിക്ക റോഡുകളുടെയും അവസ്ഥ സമാനമാണ്. ന്യൂസ് 18 മൂന്നാർ. മലപ്പുറം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് യുവജന സമിതി. വളാഞ്ചേരി കാട്ടിപ്പരുത്തി പാടശേഖരത്തിലൂടെ നടക്കുന്ന നിർമ്മാണത്തിലാണ് സമിതി അപാകതകൾ ചൂണ്ടിക്കാട്ടിയത്. കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന കാട്ടിപ്പരുത്തിയെയും വളാഞ്ചേരിയെയും ബന്ധിപ്പിക്കുന്ന റോഡ് കഴിഞ്ഞ ദിവസം ഹൈവേ നിർമ്മാണത്തിനായി അടച്ചിട്ടതോടെയാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിലായത്. കാട്ടിപ്പരുത്തി പാടശേഖരത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗുരുതരമായ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യവുമായാണ് യുവജന സമിതി രംഗത്തെത്തിയത്. വർഷങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന റോഡ് പുനഃസ്ഥാപിക്കണമെന്നും നിലവിലെ റോഡ് അപകടങ്ങൾക്കിടയാക്കുമെന്നും സമിതി പറയുന്നു. പരിഹാരം വേഗത്തിൽ വേണം, ഇല്ലെങ്കിൽ ജനകീയ സമരം നടത്തും. ഇതിൻ്റെ ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഭാഗത്തൊരു കോൺക്രീറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇതിൽ കൂടെ 2 നേരം 3 നേരം പോകുന്ന ആളുകളാണെങ്കിലും കൂടിയിട്ട് നമ്മൾ അത്ര തന്നെ ആ സമയത്ത് അതിൻ്റെ ഒരു ഗൗരവത്തിലെടുത്തില്ല. കാരണം നമുക്കൊരു അറിവ് കിട്ടിയില്ലല്ലോ. പിന്നീട് അതിൻ്റെ ആ ഒരു പ്രവർത്തനം 2ാം ഘട്ടം വാർപ്പും അതിൻ്റെ സ്ലാബിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചപ്പോഴാണ് നമുക്ക് ഒരു ആശങ്ക കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാതെ പുതിയ റോഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് യുവജന സമിതി പറയുന്നു. കാട്ടിപ്പരുത്തി മുച്ചിക്കൽ റോഡ് പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തിക്കൊണ്ട് മാത്രമേ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് യുവജന സമിതിയുടെ തീരുമാനം. ന്യൂസ് 18 വളാഞ്ചേരി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നാടെങ്ങും. രാമചരിതം പങ്കുവയ്ക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുമുണ്ട്. അങ്ങനെ ഒന്നാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യം ക്ഷേത്രം. പ്രതിഷ്ഠ രാമനല്ലെങ്കിലും രാമക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദരനായ ഭരതനെ കണ്ടുമടങ്ങാൻ കൂടൽ മാണിക്യത്തിൽ എത്തണം. തൃപ്രയാറിൽ ശ്രീരാമനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കൂടൽ മാണിക്യത്തെത്തി ഭരതനെ തൊഴാതെ മടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ തന്നെ അപൂർവം ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. 30 ഏക്കറോളം പരന്നുകിടക്കുന്ന ഭൂസമ്പത്തുള്ള ഒരു ക്ഷേത്രം. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെയെത്തി ഭഗവാനെ കണ്ട് തൊഴുത് അനുഗ്രഹം നേടി മടങ്ങുന്നു. നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒരാൾ പൊക്കമുള്ള ഭരത പ്രതിമ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പൂജ ഏറ്റുവാങ്ങിയ ശ്രീരാമപ്രതിമയ്ക്കൊപ്പമുള്ളത്. വനവാസത്തിനു പോയ സഹോദരൻ ശ്രീരാമൻ മടങ്ങിവരുന്ന സന്തോഷം നിറഞ്ഞ ഭാവമുള്ള പ്രതിഷ്ഠയാണിത്. ഉപദേവതകളില്ല. ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ ഏറെ വ്യത്യാസങ്ങൾ. വഴുതലിങ്ങ വഴിപാടും മീനൂട്ടുമൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങൾ. ഭാരതത്തിലെ ഏക ഭാരതക്ഷേത്രമാണ് ശ്രീ കുടമാണിക്യം ക്ഷേത്രം. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാലമ്പലക്കാലത്ത് 1 മാസം നീണ്ടു നിൽക്കുന്ന മാലമ്പലക്കാലത്ത് കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെ, കർണാടകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നാലമ്പലം തൊഴാൻ വരിക. ആദ്യം തൃപ്പയാറ് തൊഴുത്, പിന്നെ ഭരതക്ഷേത്രത്തിൽ തൊഴുത്, മൂഴിക്കുളം പായമ്മിൽ അതാണ് ഇത്. ഭഗവാൻ ശ്രീരാമൻ
വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതുകം വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഭരതക്ഷേത്രത്തിനുള്ളത്. വാസ്തുപരമായി ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രം. കേരള ചരിത്രത്തിന്റെ മാറ്റങ്ങൾ കൂടി പ്രതിഫലിക്കുന്നു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും രാജശാസനകൾ ക്ഷേത്രത്തിൽ കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ കൂത്തമ്പലം വാസ്തുകലയുടെ പ്രത്യക്ഷ അത്ഭുതമാണ്. വലിയ 4 കുളങ്ങൾ ക്ഷേത്രത്തെ വലം വെക്കുന്നു. കൂടൽമാണിക്യമെന്ന പേരിന്റെ ചരിത്രവും കൗതുകമുണർത്തുന്നതാണ്. 2 നദികളുടെ സംഗമം കൂടലായെന്നും മാണിക്യമെന്നത് ശിവഭക്തരായ ജൈനരുടെ സംഭാവനയെന്നുമാണ് ഐതിഹ്യം. ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ഇരിങ്ങാലക്കുട. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി